പെരുമാറ്റത്തിലില്ലേ. പ്രാർത്ഥിക്കുക എന്നുള്ളത് അതിലെ മീൻസാണ്, മാർഗങ്ങളാണ്. അതൊക്കെ പ്രാർത്ഥനയും ധ്യാനവും ഒക്കെ ആത്മീയ ജീവിതത്തിൻ്റെ ലക്ഷ്യമല്ല, മാർഗമാണ്. ആരൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് നമ്മൾ ലക്ഷ്യമാക്കി വെച്ചിട്ടുണ്ട്. ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ഒരു വ്യക്തി സുവിശേഷ വിഹിതമായ ജീവിതത്തിൻ്റെ കാലാവസ്ഥ ഭേദങ്ങളെ എങ്ങനെയാണ് സുവിശേഷ വിഹിതമായി കൈകാര്യം ചെയ്യുന്നത്, അതാണ് ആത്മീയത. റോമ 8:9 ദൈവത്തിന്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരല്ല ആത്മീയരാണ്. അപ്പൊ ദൈവാത്മാവ് വസിച്ചാൽ മാത്രമേ നമ്മൾ ആത്മീയരാകത്തുള്ളൂ. അതിൻ്റെ കാരണം വെച്ചാൽ അതുകൊണ്ട് ദൈവാത്മാവിനാൽ വസിക്കണമെന്ന് വെച്ചാൽ ദൈവാത്മാവ് നയിക്കപ്പെടുകയാണ്. നമ്മുടെ എന്തെങ്കിലും കാര്യം തീരുമാനിക്കുമ്പോൾ അത് നയിച്ചുകൊണ്ട് പോണത് ദൈവാത്മാവിനായിരിക്കണം, ലോകത്തിൻ്റെ ആത്മാവിനാലായിരിക്കരുത്. നിർഭാഗ്യവശാൽ നമ്മുടെ പല കാര്യങ്ങളും നയിക്കപ്പെടുന്ന ലോകത്തിൻ്റെ ആത്മാവിനാലാണ്. ആരെ പറ്റിക്കാം, ഏത് രീതി തരികിട കാണിച്ച് തട്ടിപ്പ് കാണിക്കാം, അതെല്ലാം ലോകത്തിൻ്റെ ആത്മാവിനാലാണ്. ദൈവികമായ കാര്യങ്ങൾ വരുമ്പോൾ കൊള്ളലാഭങ്ങളൊന്നും കിട്ടത്തില്ല. നമുക്ക് ബിസിനസ്സുകാരെല്ലാം ഇവിടെ നിന്ന് ഗുഡ് ബൈ പറഞ്ഞു പോകും. എന്താ കാര്യം? കൊള്ളലാഭം കിട്ടത്തില്ല. പറ്റിച്ചാലും വെട്ടിച്ചാലും അല്ലേ ആൾക്കാർക്ക് കൊള്ളലാഭം കിട്ടത്തുള്ളൂ. ഒന്നെങ്കിൽ സർക്കാരിനെ പറ്റിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പോണൻറ്റിനെ പറ്റിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ സപ്ലൈസിനെ പറ്റിക്കണം. ആരെങ്കിലും പറ്റിക്കേണ്ടി വരികയില്ലേ? പറ്റിക്കാതെ തന്നെ ലാഭം ഉണ്ടാക്കണം. പറ്റിച്ചാണ് ലാഭം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അത് ലോകത്തിൽ അതിന് കെട്ടിയെടുത്ത് ക്രിസ്ത്യാനിയാകേണ്ട കാര്യമൊന്നുമില്ല. അത് ലോകത്തിലുള്ള എല്ലാവരും ചെയ്യണതാണ്. യേശു ക്രിസ്തുവിനെ മാറ്റി നടത്തിയ എന്ത് പോക്കൃത്തിലെന്നൊക്കെ കാണിക്കണതിന് ഒരു പ്രശ്നവുമില്ല. ഉടമ്പടി ജീവിതം എന്ന് പറയണത് ദൈവത്തിന് തോന്നണം നമ്മൾ ഉടമ്പടിയിലാണെന്നുള്ളത്. അതുകൊണ്ടാണ് ഈശോ ഒരു കഷ്ണം ചേർത്തത്, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുക. അതാണ് സംഭവം. അതൊക്കെയാണ് കഷ്ണം ചേർത്തിക്കേണ്ടത്. കാര്യം ഇതെല്ലാം ചീട്ട് കൊട്ടാരം പോലെ തകടം മറിയണ ഒറ്റ സാധനമാണ്. പക്ഷേ കേട്ട് ഒരു പ്രലോഭനം വന്നാൽ മതി. പ്രലോഭനം പറഞ്ഞെങ്കിൽ ഈ പ്രലോഭനം ഉണ്ടായി അതിനെ അടിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവനെ പ്രലോഭനവും കൊണ്ടുപോയിക്കൊള്ളൂ. ഇവൻ്റെ ഗുണവത പിന്നെ പ്രലോഭനമേ ഇവനും ഉണ്ടാകത്തുള്ളൂ. ഒരു പ്രശ്നം അതാണ്. ഇതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഒരുത്തൻ പ്രലോഭനത്തിൽ വീഴുന്നവനാണെങ്കിൽ സാമ്പത്തികമാകാം, അധികാരമാകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആകാം. വീഴുന്നവരാണെങ്കിൽ വീണുകൊണ്ടേയിരിക്കും. വീഴാത്തവരാണെങ്കിൽ വീഴത്തില്ല. എന്താണ്? പ്രലോഭനം വഴിമാറിപ്പോവും. അത് വ്യക്തിയാണ് തീരുമാനിക്കണത്. അതിനിപ്പം നമ്മൾ ഇപ്പം ചിലർ ധ്യാനം നടത്തില്ലേ, ചിലർ പറയണേ ഇപ്പം യോഗയൊക്കെ നടത്തിയാൽ നമുക്ക് മനസ്സിന് സമനില കിട്ടും. ഓക്കെ, അത് ഇല്ലെന്ന് ഞാനൊന്നും പറയണില്ല. പക്ഷെ ബൈബിൾ എന്താ അതിനെക്കുറിച്ച് പറയണത്? അങ്ങനെയുള്ള സമനിലയെ ആത്മീയതയായിട്ട് തെറ്റിദ്ധരിക്കുന്നതാണ് പറയണത്. അതൊന്നും word of God. Hallelujah. 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 1 തിമോത്തി 4:8. Hallelujah. 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 യേശുവേ സ്തുതി. Hallelujah. 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 1 തിമോത്തി 4:8. ശാരീരികമായ പരിശീലനം കൊണ്ട്, ശാരീരികമായ ബ്രീത്തിങ് ഒക്കെ കൊണ്ട് കുറച്ച് പ്രയോജനമുണ്ട്. കുറച്ച് പ്രയോജനമേ ഉള്ളൂ. എന്നാൽ ആത്മീയത എല്ലാ വിധത്തിലും വിലയുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ അത് ഈ ജീവിതത്തെയും വരാനിരിക്കുന്ന ജീവിതത്തെയും സംബന്ധിക്കുന്ന വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളുന്നു. വരാനിരിക്കുന്ന ജീവിതത്തെ കണക്കിലെടുക്കാതെ ഒരു ജീവിതം ഉണ്ടെങ്കിൽ അതിനകത്ത് ആത്മീയത ഉണ്ടാകത്തില്ല. വരാനിരിക്കുന്ന ജീവിതത്തെ എന്താണ്? അവിടെ കണക്ക് കൊടുപ്പിക്കലാണ് അവിടുത്തെ മെയിൻ സംഭവം. ഓഡിറ്റിങ് നടക്കുന്നത് അവിടെയാണ്. വരാനിരിക്കുന്ന ജീവിതത്തെ സുവിശേഷവിഹിതമായി ഒരു ഗോസ്പൽ ഓഡിറ്റിങ് നിൻ്റെ ജീവിതം നടത്തി കഴിഞ്ഞാൽ സുവിശേഷവിഹിതമായി ഓഡിറ്റിങ് ഉണ്ടാകുമല്ലോ അവസാനം. ആ ഓഡിറ്റിങ്ങിൻ്റെ സമയത്ത് നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നയിച്ച ജീവിതം ചിലപ്പോൾ അത് ആത്മീയ ജീവിതമാണെന്ന് പറയാൻ പറ്റത്തില്ല. അതെന്താ കാര്യം? ദൈവാത്മാവിനെ നയിക്കുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ. ദൈവത്തിൻ്റെ മക്കൾക്ക് മാത്രമാണ് ആത്മീയ ജീവിതം എന്ന് പറയാൻ പറ്റണത്. എന്താണ് ഇതറിയണമെങ്കിലേ, ഇപ്പോൾ ഈശോ തന്നെ അപ്പോസ്തലന്മാരെ വിട്ടില്ലേ? ഒരു വിഷയം ലോകായികമായിട്ടും കൈകാര്യം ചെയ്യാം,
ആത്മീയമായിട്ടും കൈകാര്യം ചെയ്യാം. ഉടമ്പടി ഇരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമുക്ക് 2 ഓപ്ഷൻസ് ഇല്ല, ഒരു ഓപ്ഷനേ ഉള്ളൂ. ഇപ്പോൾ അപ്പോസ്തലന്മാർ വിട്ടപ്പോൾ അവരെങ്ങനെയാണ് കൈകാര്യം ചെയ്യുക? ഇപ്പോൾ സമറിയയിലേക്ക് അപ്പോസ്തലന്മാർ പോയി. അപ്പോൾ സമറിയക്കാർ പറഞ്ഞു നിങ്ങളെ വിടത്തില്ല. എന്താ കാര്യം? നിങ്ങൾ ജെറുസലേമിലേക്ക് പോകുന്നവരാണ്. അപ്പോൾ അപ്പോസ്തലന്മാരെന്ത് ചെയ്യും? അവർ അവസാനം അപ്പോസ്തലന്മാരുടെ സ്റ്റാൻഡ് മറന്നിട്ട് പറയും കർത്താവിനോട് തിരിച്ചു വന്നിട്ട് അവർ ക്ഷോഭിക്കും. അതിനെന്താ ക്ഷോഭിക്കണത്? എന്താ പറയണത്? ഇവർ തീയും ഗന്ധകവും ഇറക്കി ഇവർ നശിപ്പിക്കാൻ ഞങ്ങൾ കൽപ്പിക്കട്ടെ. അപ്പം അപ്പോസ്തലന്മാരാണെങ്കിലും അത് ആത്മീയത അല്ല, ശരിക്കും അത് ലൗകികതയാണ് അല്ലേ? അത് 9:25 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ലൂക്കായുടെ സുവിശേഷം ലൂക്ക 9:54. ലൂക്ക 9:54. ഇത് കണ്ടപ്പോൾ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും പറഞ്ഞു, കർത്താവേ, സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെയോ? ഇപ്പൊ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവിടെ നശിപ്പിക്കട്ടെ എന്നല്ല പറയണത്. അപ്പം നമ്മൾ പറഞ്ഞില്ലെങ്കിലും നമ്മൾ എന്തെങ്കിലും നമുക്കൊരു വിഷമം ഉണ്ടാകും. പറയാം, ദൈവമേ എന്തുമാത്രം ആൾക്കാരെ മണ്ടിയിടിച്ച് ചാകണം, ഈ ശവം ഇപ്പോഴും കുത്തിയിരിക്കാനുള്ള പറയാം. അത് മതി. അവരോട് ഉടമ്പടി അവിടുത്തെ ബ്രേക്കായി. നിങ്ങളുടെ ഉടമ്പടിയുടെ കാര്യത്തിൽ തീരുമാനമായി. വയ്യാവേലിയുടെ വഴിയെ പോണവർ വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ ഞാൻ ബഹളം ഉണ്ടാക്കേണ്ട കാര്യം അതാണ്. നിങ്ങൾക്കറിയാം, അങ്ങനെ ഒരു നിലപാടുകാർക്ക് ഉടമ്പടിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾ പിശാചുമായിട്ടല്ല ഉടമ്പടി ചെയ്തിരിക്കുന്നത്. ആരുമായിട്ടാണ്? ദൈവമായിട്ടാണ്. അമ്മയുടെ മധ്യസ്ഥത. ആ ഒരു ബോധം ഉണ്ടാണ് നമുക്ക്. അതുകൊണ്ട് തന്നെ ഉടമ്പടി ബ്രേക്കാകാതിരിക്കും. നമ്മുടെ മെയിൻ ഉദ്ദേശം എന്താണ്? നമ്മൾ പോണ കാര്യം നമ്മുടെ ഈഗോ അനുസരിച്ച് സാധിക്കുകയല്ല. നമ്മുടെ ഉദ്ദേശം എന്താണ്? ഉടമ്പടി ബ്രേക്കാകരുതെന്നുള്ളതായിരിക്കണം നമ്മുടെ ഉദ്ദേശം. നമ്മുടെ ലക്ഷ്യം അതായിരിക്കണം. എന്താണ്? ദൈവവും നമ്മളും തമ്മിലുള്ള ഉടമ്പടി ബ്രേക്ക്. അതുകൊണ്ടാണ് അവരിത്രയുമൊക്കെ ശാഠ്യം പിടിച്ച് പറഞ്ഞെങ്കിലും ഒരു വാക്ക് പോലും ആ മനുഷ്യനോട് പരാതി പറയാതെ അവർ തിരിച്ചു പോരാൻ കാര്യം എന്താണ്? അവർ ഉടമ്പടിയിലായതുകൊണ്ടാണ്. ഇപ്പം ഈശോ പറഞ്ഞില്ലേ 9:56 എടുത്ത്, അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി. മറ്റൊരു ഗ്രാമത്തിലേ ഉള്ള സംഭവം. അപ്പം ഈശോ എടുത്ത് ആ വിഷയം വന്നപ്പോൾ ഈശോ ആത്മീയമായിട്ടാണ് കൈകാര്യം ചെയ്തത്. അപ്പോസ്തലന്മാരത് ജഡികമായിട്ട് കൈകാര്യം ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഉടമ്പടിയാണോ അല്ലയോ എന്ന് പറയണത് ഒരു കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. പിടികിട്ടിയ? നിങ്ങൾ ഉടമ്പടിയിലാണോ അല്ലയോ എന്ന് ദൈവം തീരുമാനിക്കണത് നിങ്ങളുടെ വർക്ക്ഷോപ്പിലോ വർക്കിലോ സ്കൂളിലോ ഓഫീസിലോ നിങ്ങൾ ഒരു വിഷയം വന്നപ്പോൾ അതെങ്ങനെയാണ് ജഡികമായിട്ടാണോ ലൗകികമായിട്ടാണോ കൈകാര്യം ചെയ്യുന്നത് എന്നാണ്. അപ്പം ലൗകികമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഉടമ്പടിക്ക് പുല്ലുവിലയാണ് കൽപ്പിക്കണത്. ദൈവം ഉടമ്പടിക്ക് നിങ്ങൾ പുല്ലുവില കൽപ്പിക്കേണ്ടത്. പിന്നെ ദൈവം നിങ്ങളുടെ കാര്യത്തിൽ എന്തിനാണ് താല്പര്യമെടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഉടമ്പടി നീണ്ടു പോണത്. അത് വളരെ ശ്രദ്ധിച്ച് വേണം ഈ വിഷയം കൈകാര്യം ചെയ്യാൻ. ഒന്ന് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉടമ്പടി നിബന്ധനകൾ ദൈവസ്നേഹത്തോടെ പാലിക്കുവാനുള്ള വലിയ അഭിഷേകം ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ കൊച്ചു ഇത്ര നല്ല ദൈവത്തോടു എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വസ്ത്രങ്ങളില്ലാത്തവർക്ക് വസ്ത്രങ്ങളൊക്കെ കൊടുക്കും. അങ്ങനെ ഞാൻ എല്ലാം ചെയ്തു. അപ്പം ഇവിടെ
ഉടമ്പടി പുതുക്കാൻ കഴിഞ്ഞ മാസം മാർച്ച് 17 ഞാൻ വരേണ്ടതായിരുന്നു. അപ്പോൾ ഞാൻ എന്നെ തന്നെ വിശദീകരിച്ച് കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി 17 പുതുക്കി വീട്ടിൽ ചെന്നപ്പോൾ എന്നോട് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ് ദേ പറമ്പ് നമ്മളുടെ പേരിലേക്ക് അവർ 20-ാം തീയതി മാർച്ച് 20-ാം തീയതി ആക്കി തരാമെന്ന് പറഞ്ഞേക്കുന്നു. അതിൻ്റെ പത്രം ഞാനിവിടെ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ നിയോഗം ഞാൻ വെച്ചത് എൻ്റെ മോള് UK പോകണമെന്നായിരുന്നു. UK പോകാനായിട്ട് അവൾക്ക് എല്ലാ നിയോഗത്തിൽ വെച്ചിരുന്നു. അപ്പോൾ അവൾ വിസയുടെ എല്ലാ കാര്യങ്ങളും ചെയ്തോളാൻ പറഞ്ഞു ഞാൻ. അവൾക്ക് ആ വിസയുടെയും ഓഫർ ലെറ്റർ വന്ന് വിസയും വന്നു. പക്ഷേ മരുമകന് വിസ വന്നിട്ടുണ്ടായില്ല. മരുമകനും മകളും കൂടി ഒന്നിച്ചു പോകാനാണ് തീരുമാനിച്ചത്. മരുമകന് വിസ വരാണ്ടിരുന്നപ്പോൾ ഞാൻ കൂടുതൽ പത്രങ്ങൾ മേടിക്കാനും കൂടുതൽ രോഗികളെ കാണാനും തുടങ്ങി. അപ്പോൾ ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു, പത്രവും മേടിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ കുറച്ച് ദിവസം ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ മകനും വിസ വന്ന് കഴിഞ്ഞപ്പോൾ അവർ രണ്ടുപേരും, അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ 2 പേരെയും കൂടെയും കൊണ്ട് അമ്മ UK കൊണ്ടേ ആക്കി കൊടുക്കണം, അല്ലാണ്ട് ഒറ്റയ്ക്ക് ഒരാളെ കൊണ്ടാക്കാൻ പാടില്ല അമ്മേ എന്ന് പറഞ്ഞു. അതുപോലെ 2 പേര് ജനുവരി 17 2 പേരെ അമ്മ UK കൊണ്ടാക്കി കൊടുത്തു. അപ്പോൾ മകന് ജോലി ഒന്നും ശരിയായിട്ടുണ്ടായില്ല. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ അവർ ജീവിത മാർഗം തേടിയാണ് അവിടെ UK പോയേക്കണത്. ആ മകന് നല്ലൊരു ജോലി കൊടുത്ത് അനുഗ്രഹിക്കണം അമ്മേ. അമ്മയുടെ നടയിൽ വന്ന് ഞാൻ പ്രാർത്ഥിച്ച് കണ്ണീരോടെ പോയതാണ്. അപ്പോൾ ആ മകന് കഴിഞ്ഞ മാസം നല്ലൊരു കമ്പനിയിൽ ജോലി കിട്ടി. ആ മകൻ അവിടെ ജോലി ചെയ്യുന്നു, മകൾ അവിടെ പഠിക്കുകയും ചെയ്യുന്നു. മൂന്നാമത് ഞാൻ വെച്ചത് എൻ്റെ മൂത്ത മരുമകനെ ബോട്ടിൻ്റെ ഓർഡർ പിടിക്കലായിരുന്നു. ആ ഓർഡർ പിടിക്കാനായിട്ട് അവന് ഓർഡറുകളൊന്നും കിട്ടുന്നുണ്ടായില്ല. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞാൻ 3-ാമത്തെ ഉടമ്പടിയിൽ ഞാൻ നിയോഗം വെച്ചേക്കുന്നത് എൻ്റെ മൂത്ത മരുമോനെ ബോട്ടിൻ്റെ ഓർഡറുകൾ പിടിച്ച് കിട്ടണം. അതിനുവേണ്ടി ഞാൻ ഒരു 8 ബോട്ടിൻ്റെ ഓർഡർ ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ മാതാവേ. അമ്മയുടെ ഇഷ്ടം കൂട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്ത് എനിക്ക് തരണം. അമ്മ അല്ലാണ്ട് എനിക്ക് വേറെ ആരുമില്ല ഇത് ചെയ്തു തരാൻ. അപ്പോൾ തന്നെ ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ മകന് 8 ബോട്ടിൻ്റെ ഓർഡറും കൂടെ ഒന്നിച്ച് വന്ന് അവന് കിട്ടി. പിന്നെ ഞാൻ നവംബർ 3-ാം തീയതി 4-ാം തീയതി ഞാനിവിടെ വരേണ്ടതായിരുന്നു പത്രം വാങ്ങാനായിട്ട്. എല്ലാ മാസവും ഞാൻ വന്ന് പത്രം വാങ്ങുന്നതായിരുന്നു. പക്ഷേ എനിക്ക് നവംബർ 3-ാം തീയതി ഞാൻ അരി വെന്ത് കഞ്ഞി ഇറക്കുകയല്ല, അങ്ങനെ തന്നെ ആ കഞ്ഞിക്കലം എൻ്റെ കൈമേൽക്ക് വീണ് ആകനെ പൊള്ളി, കൈ ആകനെ വീർത്ത്. അപ്പം ഞാൻ മാതാവിൻ്റെ മുമ്പിൽ ചെന്നുണ്ട് മാതാവിനെ കാണിച്ചിട്ട് പറഞ്ഞ് ആകനെ കൈ വീർത്ത് തൊലിയൊക്കെ പോയിരുന്നു. അപ്പോൾ വെള്ളപ്പാണ്ട് പോലെയായിരുന്നു എൻ്റെ കൈ. അപ്പം മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവേ എൻ്റെ കൈ കണ്ട് മാതാവേ, എൻ്റെ കൈ പഴയ കൂട്ട് തന്നെ എനിക്കാക്കി ഇത് തരണം മാതാവേ. 15 ദിവസം കൊണ്ട് എൻ്റെ മാതാവ് എൻ്റെ കൈ ഇങ്ങനെ പഴയതുപോലെ ഒരു അടയാളം പോലും ഇല്ലാണ്ട് പഴയതുകൂട്ട് ആക്കി തന്നു. ഇത്രയും വലിയ അനുഗ്രഹം തേടിത്തന്ന എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. മരിയ കുഞ്ഞുമോൻ, എറണാകുളം ജില്ലയിൽ ആലങ്ങാട് നിന്ന് വരുന്നു. എൻ്റെ ഭർത്താവിന് 6 വർഷമായിട്ട് ഹെരണ്യയുടെ അസുഖമുണ്ടായിരുന്നു. അത് പിന്നെ എപ്പോഴും ട്യൂബ് ഇടണമായിരുന്നു. എപ്പോഴും ട്യൂബ് മാറ്റണം, ട്യൂബ് ഇടണം. ഇതിങ്ങനെ വേദന വന്നുകൊണ്ടേയിരിക്കും. പിന്നെ ട്യൂബ് ഇട്ടാലും വേദന കുറയുന്ന അവസ്ഥയില്ല. അങ്ങനെയായിരുന്നപ്പോൾ കഴിഞ്ഞ ഒക്ടോബറിൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ സാക്ഷ്യം പറയാമെന്നും പറഞ്ഞ് ഉടമ്പടിയിൽ വെച്ചു. അത് മുഖേന ഉടമ്പടി തൈലം പുരട്ടി ഉടമ്പടി തേനും കൊടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ ഭർത്താവിന് പൂർണ്ണ സൗഖ്യം കിട്ടി. ഇപ്പോൾ ട്യൂബ് ഇടുന്നില്ല. പിന്നെ അതുപോലെ തന്നെ എനിക്ക് 28 വർഷമായിട്ട് എനിക്ക് നട്ടെല്ലിന് തേയ്മാനവും യാതൊരു പണിയും ചെയ്യരുതെന്ന് ഡോക്ടർമാരെല്ലാം വിധി എഴുതി. ആലുവയിലും പറവൂരും എല്ലാ ഡോക്ടർമാരും പറഞ്ഞ് യാതൊരു പണിയും ചെയ്യരുതെന്ന്.
അവസാനം ജീവിക്കാൻ മാർഗമില്ലാത്തതിൻ്റെ പേരിൽ ഞാൻ ഹോസ്പിറ്റലിൽ അറ്റൻഡറായി ജോലി എടുക്കുകയായിരുന്നു. എല്ലാ സന്ദർഭങ്ങളിലും നല്ല വേദന വരുമെങ്കിലും ഞാൻ നേരത്തെ മുതലേ കർത്താവിൽ വിശ്വസിക്കുകയും ഞാൻ പോട്ടയിൽ പോകുകയും ധ്യാനം കൂടുകയും ചെയ്തിരുന്നതാണ്. എങ്കിലും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ ഈ നട്ടലിലൊക്കെ നടക്കാൻ പാടായിരുന്നു. കാല് വളഞ്ഞു പോകുന്ന അവസ്ഥയായിരുന്നു. ഒട്ടും കാല് കുത്താൻ പറ്റാത്ത അവസ്ഥയും വേദനയുമായിരുന്നു. അങ്ങനെ ഇരുന്ന സാഹചര്യത്തിൽ ഇവിടെ വന്ന് ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ച് തൈലവും പുരട്ടി പ്രാർത്ഥിച്ച് തേനും കഴിച്ചതിൻ്റെ ഫലമായി അതും പൂർണ്ണ സൗഖ്യം എനിക്ക് കിട്ടി. അത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി വെച്ച് ഒരാഴ്ച വരെയും ഭയങ്കര പ്രശ്നമായിരുന്നു. ആരോ കാലെ പിടിച്ച് വലിക്കുന്നത് പോലെ അനുഭവപ്പെടുമായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി വെച്ചപ്പോൾ കാലും എൻ്റെ വളഞ്ഞിരുന്നിരുന്നു. ഈ ഇടത്തെ കാലം ഒട്ടും നിവർക്കാൻ പറ്റാത്ത അവസ്ഥ, ഈ ഇടത്തെ വശം തളർന്നു പോകുന്ന അവസ്ഥയായിരുന്നു. ഈ കൈയും പൊങ്ങാത്ത അവസ്ഥയായിരുന്നു. ഇപ്പോൾ കൈക്ക് യാതൊരു കുഴപ്പവുമില്ല. അതുപോലെ തന്നെ ഈ എളിയുടെ അവിടുന്ന് എന്തോ ഇങ്ങനെ വിട്ടുപോകുന്ന അനുഭവം ഉണ്ടായി. ഇപ്പോൾ എനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി. അതുപോലെ എൻ്റെ ചേച്ചിക്ക് 12 വർഷക്കാലമായിട്ട് ഈ ഗ്യാസിന് സംബന്ധമായ ഭക്ഷണം കഴിക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇവിടെ വന്ന് ഞാൻ ഉടമ്പടിയിൽ പ്രാർത്ഥിച്ച് ചേച്ചിയുടെ പേര് വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ചേച്ചിക്ക് ഇപ്പോൾ യാതൊരുവിധ വിഷയവുമില്ല, പൂർണ്ണ സൗഖ്യം ആയെന്ന് പറഞ്ഞു. അതേപോലെ എനിക്ക് 2 ലക്ഷം രൂപയോളം കടമുണ്ടായിരുന്നു. ഒരു മകന് 20,000 രൂപ ലോൺ എടുത്തു കൊടുത്തിട്ട് എൻ്റെ മകളെടുത്തു കൊടുത്ത് ഞാൻ ജാമ്യം നിന്ന് എനിക്ക് 56,000 രൂപ എൻ്റെ പേരിൽ പലിശ അവരെടുത്തു. എന്നിട്ട് എനിക്ക് അടയ്ക്കാൻ യാതൊരു നിവൃത്തിയുമില്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് വീണ്ടും അതിനുള്ള അനുഗ്രഹം തന്ന് ഇപ്പോൾ ആ 2 ലക്ഷം രൂപയും കടം വീട്ടി. അങ്ങനെയുള്ള ഈശോയ്ക്ക് കോടാനുകോടി നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. എൻ്റെ പേര് സുനി, ഞാൻ കാസർഗോഡ് നിന്ന് വരുന്നു. ദൈവത്തിനും അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദിയും സ്തുതിയും പറയുന്നു. ഞാൻ യൂട്യൂബ് വഴിയാണ് കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് 2019. അതിനുശേഷം ഓൺലൈൻ ഉടമ്പടി 2020 മെയ് 2-ാം തീയതി എടുത്തു. ഞാൻ ഗൾഫിലായിരുന്നു. അതിനുശേഷം നാട്ടിൽ 2022 നവംബർ 23-ാം തീയതി നാട്ടിൽ വന്ന് പിറ്റേ ദിവസം തന്നെ ഞാനിവിടെ വന്നു. ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. അതിൽ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം വെച്ചിരുന്നു. 45 വർഷമായ മദ്യപാനമാണ്. ഞാൻ അറിവിൽ ചേച്ചി എൻ്റെ ഭർത്താവിൻ്റെ ചേട്ടൻ്റെ ഭാര്യ പറഞ്ഞ് 10 വയസ്സുള്ളപ്പോൾ മുതൽ മദ്യപിക്കുന്നതാണെന്ന് പറഞ്ഞ് അറിവുണ്ടായിരുന്നു. മദ്യപാനം, വീട്ടിലുപദ്രവം എല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് മക്കളെയും എന്നെയൊക്കെ ഉപദ്രവിക്കുകയെല്ലാം ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് വീട്ടിൽ പോയി നേർച്ച വസ്തുവായ ഉപ്പ്, ചായയാണ് മെയിനായിട്ട് കുടിക്കുന്നത്. അപ്പോൾ ആ പഞ്ചസാരയിൽ ഞാൻ ഉപ്പിട്ട് വെച്ചിട്ട് ഞാൻ ദുബൈയിലേക്ക് തിരിച്ചു പോയി. അത് കഴിഞ്ഞ് മാറ്റമൊന്നും ഉണ്ടായില്ല. വീണ്ടും ഞാൻ മാർച്ച് 5-ന് തിരിച്ച് നാട്ടിൽ വന്നു 2022. എന്നിട്ട് പിറ്റേ ദിവസം തന്നെ ഇവിടെ വന്ന് വീണ്ടും ഉടമ്പടി പുതുക്കി. എന്നിട്ട് തിരിച്ച് വീട്ടിൽ ചെന്ന് മാതാവിൻ്റെ ഉപ്പ് ഞാൻ ഭർത്താവ് ഉപയോഗിക്കുന്ന പഞ്ചസാരയിൽ ഇട്ട് വെച്ചു. അത് ചായ കുടിക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ മാർച്ച് 24-ന് തിരിച്ച് വീണ്ടും പോയി. ഇപ്പോൾ ഒരു 6 മാസമായിട്ട് ഒരു തുള്ളി മദ്യപിക്കുകയോ പുകവലിക്കുന്നുണ്ട്, തീർത്തും ഉപേക്ഷിച്ചില്ല, എങ്കിലും വളരെയധികം കുറഞ്ഞു. ചെയിനായിട്ട് വലിച്ചുകൊണ്ടിരുന്ന ആളാണ്, ഇപ്പോൾ വളരെയധികം കുറഞ്ഞു. പിന്നെ എന്നോടും മക്കളോടുമൊക്കെ വളരെ സ്നേഹത്തോടെ പെരുമാറാൻ തുടങ്ങി. അല്ലെങ്കിൽ ഒന്നും സംസാരിക്കാനോ വീട്ടുകാര്യങ്ങൾ പറയാനോ ഒന്നും സമ്മതിക്കില്ലായിരുന്നു. അപ്പം തന്നെ വളരെയധികം ദേഷ്യപ്പെടുമായിരുന്നു. ഇങ്ങോട്ട് പറയുന്നതെല്ലാം കേൾക്കണം, നമ്മൾ അങ്ങോട്ടൊന്നും പറയാൻ പാടില്ലായിരുന്നു. വളരെ വളരെ വിഷമിച്ചാണ് ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അതിൽ നിന്ന് ഞാൻ മിനിഞ്ഞാന്നാണ് നാട്ടിലെത്തിയത്. ഇവിടെ ഇന്ന് വന്ന് ഉടമ്പടി പുതുക്കി. ഒത്തിരി സന്തോഷമുണ്ട്. എൻ്റെ ഭർത്താവിനെ മദ്യപാനത്തിൽ നിന്ന് അമ്മ രക്ഷിച്ചു തന്നതിന് അമ്മയുടെ പരിപൂർണമായ
ഇടപെടൽ കൊണ്ട് മാത്രമാണ് സംഭവിച്ചതെന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു. ഇന്ന് ഭർത്താവിനും വരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. വേറെ ഒരു തടസ്സം വന്നുകൊണ്ട് മാത്രമാണ് വരാതിരുന്നത്. അതുപോലെ തന്നെ എൻ്റെ മകൻ 3 മാസം മുമ്പ് ദുബൈയിലേക്ക് വന്നു. 3 മാസം ജോലിയില്ലാതെ അവൻ റൂമിൽ തന്നെ ഇരുന്നു. തിരിച്ച് അപ്പോൾ ഇവിടെ വിസയുടെ പ്രശ്നമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ തിരിച്ച് നാട്ടിലേക്ക് കയറ്റിവിടേണ്ട രീതിയായി. അപ്പം ഞാൻ എന്നും പ്രത്യക്ഷീകരണ പ്രാർത്ഥന രാവിലെ അവിടുത്തെ സമയം 2:45 എണീറ്റ് ചെല്ലുമായിരുന്നു. എന്നും ചെല്ലും. മക്കളെയും ഭർത്താവിനെയും കുടുംബത്തെയും ബന്ധുക്കളെ എല്ലാവരെയും സമർപ്പിച്ച്, എല്ലാവരും എണീക്കുന്നതിന് മുമ്പ് ഞാൻ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കും. രാത്രിയിലും അതുപോലെ തന്നെ. അപ്പോൾ ഞാൻ അമ്മയുടെ ഉടമ്പടി പുസ്തകം എടുത്ത് കുരിശ് വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം പൂശി ഉടമ്പടി പുസ്തകം എൻ്റെ നെഞ്ചോട് ചേർത്ത് എന്ന് ഞാൻ പ്രാർത്ഥിക്കും. അമ്മേ, എൻ്റെ മകനെ തിരിച്ച് നാട്ടിലേക്ക് വിടാൻ ഇടവരുത്തരുത്, എത്രയും വേഗം അവനൊരു ജോലി നൽകി അനുഗ്രഹിക്കണമേ എന്ന്. തിരിച്ചു പോരാൻ 3 ദിവസം ബാക്കിയുള്ളപ്പോൾ പെട്ടെന്ന് അവനൊരു ഇൻ്റർവ്യൂ വന്നു. ഒരു കമ്പനിയിൽ അക്കൗണ്ടൻ്റായിട്ട് ജോലി കിട്ടി. ഇപ്പം ജോലി ചെയ്യുന്നു നല്ല രീതിയിൽ. 2019 ഞാൻ ആദ്യമായിട്ട് ദുബൈക്ക് പോയത്. എൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു. അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. വീട്ടു ജോലിയായിരുന്നു. അപ്പം സാലറി വളരെ കുറവാണ്. എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാൻ പോയത് തന്നെ. സാലറി വളരെ കുറവായിരുന്നു. അപ്പോൾ അവർ കൂട്ടിത്തരുന്നില്ല. അങ്ങനെ ഞാൻ അമ്മയോട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം അമ്മയോട് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, അമ്മേ എനിക്ക് സന്തോഷത്തോടുകൂടെ ഇവിടെ ഒന്ന് മാറി ഒരു നല്ല വരുമാനം കൂടിയ ജോലിയിലേക്ക് മാറാൻ അമ്മ എന്നെ അനുഗ്രഹിക്കണമേ എന്ന്. അങ്ങനെ ഞാൻ തിരിച്ച് മാർച്ച് 5 ഇവിടെ വന്നു. ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ച് തിരിച്ചു പോയി. മാർച്ച് 24 വേറൊരു വീട്ടിൽ നല്ല രീതിയിൽ ഇരട്ടി സാലറിയോടുകൂടി ജോലിക്ക് കയറാൻ എനിക്ക് സാധിച്ചു. പിന്നെ എനിക്ക് 40 വർഷമായിട്ടുള്ള തലവേദനയാണ്. ഒരു തടിക്കഷ്ണം പണ്ട് എൻ്റെ തല വീണ് അത്ര എപ്പോഴും തലവേദന, വെയിൽ കൊള്ളത്തില്ല, പുറത്തിറങ്ങത്തില്ല, ശബ്ദം കേൾക്കത്തില്ല, അങ്ങനെ വളരെയധികം ബുദ്ധിമുട്ടിയായിരുന്നു. ഞാൻ എന്നും ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കും, അമ്മയോട് പ്രാർത്ഥിക്കും, അമ്മ തന്നെ മാറ്റിത്തരണം, അല്ലാതെ ഇനി മരുന്നൊന്നും എനിക്ക് വയ്യ. ഒരുപാട് ഗുളിക എപ്പോഴും കഴിക്കുന്ന തലവേദന വന്നാൽ ചിലപ്പോൾ ഞാൻ വിചാരിക്കും രാവിലെ എല്ലാവരും എണീക്കുമ്പോഴേക്കും ഞാൻ മരിച്ചു പോകുന്നു. അതുപോലത്തെ ശക്തമായ തലവേദനയായിരുന്നു. ഇപ്പം എനിക്ക് വളരെയധികം സൗഖ്യം കിട്ടി. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയാക്കി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ തൊടുപുഴ കരിങ്കുന്നം ലിറ്റിൽ ഫ്ലവർ നെടികാട് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ കഴിഞ്ഞ ജനുവരി 26 ഇവിടെ ഉടമ്പടി എടുക്കുന്നത്. അത് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയായിരുന്നു. അമ്മ ഒരു 25 വർഷത്തോളമായിട്ട് ഷുഗർ പേഷ്യൻ്റാണ്. അപ്പോൾ ഒരു 6-7 മാസം മുമ്പ് അമ്മയുടെ കാല് ചെറുതായിട്ട് തട്ടി അവിടെ ഇൻഫെക്ഷനായി. അപ്പോൾ ഞങ്ങൾ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ അഡ്മിറ്റാക്കി. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ആ ഇൻഫെക്ഷനായ വശം കട്ട് ചെയ്ത് മാറ്റണമെന്ന് പറഞ്ഞു. അങ്ങനെ കട്ട് ചെയ്ത് മാറ്റി ഒരു മാസത്തോളം അവിടെ അഡ്മിറ്റായിരുന്നു. അപ്പോൾ 1 മാസമായിട്ട് ഈ മുറിവ് ഉണങ്ങുന്നില്ലായിരുന്നു. മുറിവ് ഉണങ്ങുന്നുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഈ ഷുഗർ കൺട്രോളിലേക്ക് വരുന്നുണ്ടായിരുന്നില്ല. അപ്പം 1 മാസമായപ്പം അവർ ഡോക്ടറോട് പറഞ്ഞു ഡിസ്ചാർജാക്കി വീട്ടിലേക്ക് വിട്ടു. ഇത് ബാക്കി വീട്ടിൽ പോയി ഡ്രസ്സ് ചെയ്താൽ മതി, പയ്യെ ഉണങ്ങിക്കോളും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയി ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി അഴിച്ചു നോക്കിയപ്പം ആ സർജറി ചെയ്ത വശം വീണ്ടും ഇൻഫെക്ഷൻ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അപ്പം തന്നെ വേറെ ഒരു ഹോസ്പിറ്റലിലേക്ക് അപ്പം തന്നെ കൊണ്ടുപോയി. അവിടെ ഡോക്ടർമാർ പരിശോധിച്ചിട്ട് പറഞ്ഞു ആ ഇൻഫെക്ഷൻ കാൽപാദത്തിൻ്റെ അവിടം വരെ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അവിടെ വെച്ച് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ വെച്ച് കട്ട് ചെയ്ത് 1 മാസത്തോളം അവിടെ അഡ്മിറ്റായി. എന്നിട്ട് ഈ മുറിവ് ഉണങ്ങുന്നുണ്ടായിരുന്നില്ല, ഷുഗർ കൺട്രോളിലേക്ക് വരുന്നുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെയാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വേണ്ടി വരുന്നത്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി നേർച്ചയായ ഉപ്പും തൈലവും ഉപയോഗിച്ച് ഞാൻ എല്ലാ ദിവസവും ഡ്രസ്സ് ചെയ്യുമായിരുന്നു.
അങ്ങനെ 3-4 മാസമായിട്ട് ഉണങ്ങാണ്ടിരുന്ന മുറിവ് ഇവിടെ വന്ന് ഉടമ്പെടുത്തതിന് ശേഷം 1.5 ആഴ്ച കൊണ്ട് പൂർണ്ണമായും ഉണങ്ങി. ഷുഗറും കൺട്രോളിലേക്ക് വന്നു. അതുപോലെ എനിക്ക് കിട്ടിയ വേറെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു 1-2 വർഷമായിട്ട് ഈശോയിലൊന്നും വിശ്വാസം ഇല്ലാണ്ട് അങ്ങനെ ജീവിച്ചൊരാളായിരുന്നു. അപ്പോൾ ഈ മുറിവിലൂടെ എൻ്റെ വിശ്വാസം എനിക്ക് തിരികെ നൽകി ഈശോനെ അനുഗ്രഹിച്ചു. ഈശോയ്ക്കും പരിശുദ്ധാമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ക്ലാരമ്മ ജോസഫ്. ഞാൻ ആലപ്പുഴ തത്തമ്പള്ളിയിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ ആദ്യമായി ഞാൻ ഉടമ്പടി എടുക്കാൻ വരുന്നത് 2022 ഡിസംബർ 29-ാം തീയതിയാണ്. ഞാനിവിടെ വന്നതിൻ്റെ കാരണം തന്നെ എൻ്റെ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും സ്വപ്നവുമായിരുന്നു ഞങ്ങൾക്കൊരു പുതിയൊരു വീട് പണിയണമെന്ന്. ഞങ്ങൾ കഴിഞ്ഞ 2022 ജനുവരിയിൽ ബാങ്കിൽ നിന്നും 25 ലക്ഷം രൂപ ലോൺ എടുത്ത് ഞങ്ങൾ ഒരു വീടിൻ്റെ പണി തുടങ്ങി. വളരെ ഭംഗിയായി വീടിൻ്റെ പണി നടക്കുന്ന സമയത്താണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ദുരന്തമെന്ന് തന്നെ പറയാം, ഏറ്റവും വലിയ വേദനയിലൂടെ ഞാൻ പോകുന്നത്. 2022 ഒക്ടോബർ 22-ാം തീയതി എൻ്റെ ഹസ്ബൻഡ് ന്യൂമോണിയ ബാധിച്ച് മരിക്കുന്നത്.